തുടർച്ചയായ ആറാം ദിനവും ശമനമില്ലാതെ ലോസ് ആഞ്ചലസിനെ വിഴുങ്ങി കാട്ടുതീ. ഞായറാഴ്ച വരെ റിപ്പോർട്ട് ചെയ്തത് 24 മരണമാണ്. തീയണയ്ക്കാനുള്ള തീവ്രശ്രമം തുടരുമ്പോൾ വെല്ലുവിളിയായി ഉഷ്ണക്കാറ്റ് വീണ്ടും വീശിയെടുക്കുകയാണ്. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ പ്രകൃതി ദുരന്തത്തെയാണ് ലോസ് ആഞ്ചലസ് നേരിടുന്നത് എന്ന് കാലിഫോർണിയൻ ഗവർണർ ഗോവിൻ ന്യൂസോം പറഞ്ഞു. ലോസ് ആഞ്ചലസിന്റെ തെരുവുകളിൽ ഇപ്പോൾ തീജ്വാലകൾ വിഴുങ്ങിയ വീടുകളുടെയും മറ്റു കെട്ടിടങ്ങളുടെയും അവശിഷ്ടങ്ങളാണുള്ളത്. ഒരാഴ്ച മുൻപ് വരെ ജനവാസ മേഖലകളായിരുന്ന പ്രദേശത്തെ പൂർണ്ണമായി തകർത്ത പാലിസീഡസ് ഈറ്റൻ കാട്ടുതീ വ്യാപനം ആറാം ദിവസവും ശമനമില്ലാതെ തുടരുകയാണ്. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ പ്രകൃതി ദുരന്തമെന്നാണ് കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസോം കാട്ടുതീയെ വിശേഷിപ്പിച്ചത്. ദുരന്തത്തിൽ മരണം 24ആയി. സ്വത്തും സമ്പാദ്യവും നഷ്ടപ്പെട്ട ലോസ് ആഞ്ചലസ് നിവാസികളിൽ സാധാരണക്കാർ മുതൽ ഹോളിവുഡ് സെലിബ്രിറ്റികൾ വരെയുണ്ട്. ഞായറാഴ്ച വരെയുള്ള കണക്കനുസരിച്ച് 12,000 കെട്ടിടങ്ങൾ പൂർണ്ണമായോ ഭാഗികമായോ തകർന്നു. $150 ബില്യൺ നാശനഷ്ടങ്ങൾ ഉണ്ടായതായാണ് സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷകരായ അക്യുവെതറിന്റെ റിപ്പോർട്ട്. 10 ദശലക്ഷം ജനസംഖ്യയുള്ള ലോസ് ആഞ്ചലസ് കൗണ്ടിയിലെ 1 ലക്ഷത്തോളം പേർക്ക് ഒഴിയേണ്ടി വന്നു. 87,000-ഓളം പേർക്ക് ഒഴിപ്പിക്കൽ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഇൻഷുറൻസ് പരിരക്ഷയടക്കം ആശങ്കയുയരുമ്പോൾ ദുരിതാശ്വാസ സഹായത്തിന് അപേക്ഷ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി മേഖലയിലെ പാരിസ്ഥിതിക നിയന്ത്രണങ്ങൾ താൽക്കാലികമായി റദ്ദു ചെയ്തുള്ള അടിയന്തര കരാറിൽ ഗവർണർ ഒപ്പുവെച്ചു. അതേസമയം ഒരിടവേളയ്ക്ക് ശേഷം സാന്റാ ആന ഉഷ്ണക്കാറ്റ് വീണ്ടും ശക്തിയാർജിക്കുന്നത് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾക്ക് വെല്ലുവിളിയാകുമെന്നാണ് കരുതുന്നത്. മണിക്കൂറിൽ 80 മുതൽ 112 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശുന്ന കാറ്റ് ബുധനാഴ്ച വരെ നീളുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കഴിഞ്ഞ വർഷം ഏപ്രിലിനു ശേഷം മഴ ലഭിക്കാത്ത മേഖലയിൽ കാട്ടുതീ ആളിക്കത്താൻ ഈ ഉഷ്ണക്കാറ്റിനാകും. വ്യോമകര സംവിധാനങ്ങൾ സംയോജിച്ചുള്ള രക്ഷാപ്രവർത്തനം തുടരുകയാണ്. പാലിസൈഡസ് കാട്ടുതീ ദിശ മാറിയതോടെ ബ്രാൻഡ്വുഡ് അടക്കം ജനവാസ മേഖലകളിലേക്ക് തീ പടർന്നു പിടിക്കുന്ന സാഹചര്യമുണ്ട്. 7 സ്റ്റേറ്റുകളിൽ നിന്നുള്ള അഗ്നിസേനാംഗങ്ങൾക്കൊപ്പം കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രത്യേക സംഘവും രക്ഷാപ്രവർത്തനത്തിന് ദുരന്തമുഖത്തുണ്ട്. പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് 23,713 ഏക്കർ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ പാലിസൈഡസ് കാട്ടുതീ 11%, 14,117 ഏക്കർ നാശനഷ്ടങ്ങളുണ്ടാക്കിയ ഈറ്റൻ കാട്ടുതീ 27% നിയന്ത്രണത്തിലാക്കിയിട്ടുണ്ട്. മറ്റു 3 ചെറിയ കാട്ടുതീകൾ പൂർണ്ണമായി അണയ്ക്കാനും ഹർസ്റ്റ് കാട്ടുതീ 89% നിയന്ത്രണ വിധേയമാക്കാനും അഗ്നിശമന സേനാ പ്രവർത്തകർക്ക് കഴിഞ്ഞതായാണ് റിപ്പോർട്ടുകൾ. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.